സോളമൻ. 77 കഴിഞ്ഞ് 78-ാമത്തെ 40 വർഷം മുമ്പ് കടലിൽ പോയി. അത് കഴിഞ്ഞ് എനിക്ക് അയ്യാറി പണി കിട്ടി, ലോഡിങ്. അങ്ങനെ ആ രീതിയിലായിട്ട് പിന്നെ കടലിൽ പോക്ക് നിർത്തി. ഇടയ്ക്ക് ബോട്ടിലും പോകായിരുന്നു. അന്ന് താങ്ങുള്ള ബോട്ടൊന്നുമില്ല, താങ്ങുള്ള കമ്പോലൊക്കെയാ. അത് കഴിഞ്ഞാണ് ബോട്ടൊക്കെ വന്നത്, ഫിഷിങ് ഹാർബറൊക്കെ വരുന്നത്. അങ്ങനെ പിന്നെ ബോട്ടിലും പോയി, മുനമ്പത്ത് വരെ പോയി. പിന്നെ പിന്നെ ഇവിടെ പോയി, നാഗർകോവിലപ്പുറത്ത് മധുരൈ, അവിടെയൊക്കെ പോയി ബോട്ടില്. അല്ല, മീൻപിടുത്തം വിട്ട് പിന്നെ ജോലിയില്ലായിരുന്നു. പിന്നെ അയ്യാറി എടുത്തപ്പോ എനിക്ക് ഇവിടെ ജോലി കിട്ടി, ലോഡിങ്. അത് കഴിഞ്ഞ് വരുന്ന പോർട്ടിലും ഈ മണ്ണ് കപ്പലിൽ കയറ്റുന്ന ജോലി ഉണ്ടായിരുന്നു, അതും ഞാൻ ജോലി ചെയ്തു. ഉണ്ട്. അന്ന് അതേ ഉള്ളു, ബോട്ടൊന്നും ഇല്ല. അന്ന് അയില, മത്തി, താട, പരവ ഒക്കെ കിട്ടും. ഞണ്ട്, സ്രാവ്. പിന്നെ ഓടമ്പല പോകുമ്പോൾ തെരണ്ടി, നെമ്മീൻ, ഓടമ്പല പോകുമ്പോഴേ കൊണ്ട് വല നീട്ടിയിട്ടേക്കും, കെട്ടും. അത് വലിയ മീനൊക്കെ കേട്ടാ. പൂന്തി കിട്ടും, സ്രാവ് കിട്ടും, വാച്ചുവല എന്ന് പറയും. അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടം ഉണ്ടായിരുന്നു എന്റെ കൊച്ചിലെയാണ്, ചെറുപ്പത്തില്. അന്ന് ഭയങ്കര കടലുണ്ട്. ഇങ്ങനെ കടൽ വന്ന് ഇന്ന് വള്ളമൊക്കെ താറുണ്ട്. ഞങ്ങള് നീന്തിയൊക്കെയാ രക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞൊക്കെ പിന്നെ ഹാർബറൊക്കെ വന്ന് ഇന്നാളാ. അതിന് മുമ്പ് പിന്നെ പള്ളിയിലെ പടിയാറച്ചൊക്കെ വള്ളം പിടിക്കുന്നത്. അവിടെ വെച്ച് വള്ളമൊക്കെ താഴ്ന്ന് ഞങ്ങള് നീന്തിയൊക്കെ രക്ഷപ്പെടും. അങ്ങനെ ആ കാലഘട്ടം. അന്ന് ചിങ്ങമാസം ആകുമ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യം കിട്ടും. കർക്കിടക മാസം കഴിയുമ്പോൾ മത്സ്യം കിട്ടും. അന്നേ ബോട്ടൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ അടിഞ്ഞു വരും, കിട്ടും. ചട്ടിക്കകത്ത് പിടയ്ക്കും. ഞങ്ങള് കമ്പോലം ഇട്ട് മീൻ കൊണ്ടുവന്ന് ചട്ടിയിലിട്ടാലേ കണ്ടിക്കാൻ വാങ്ങി പിടയ്ക്കും. അന്നേരവും ചത്തു പോകത്തില്ല. ഇപ്പോഴല്ലേ ഐസിട്ടൊക്കെ ചത്ത് പോയി കൊണ്ടുവരുന്നത്. അന്ന് ഇങ്ങനത്തെ കാലഘട്ടമാണ്. അന്ന് പടിഞ്ഞാറൊന്നും പോണ്ട, മീനിന് വേറെ ഈ വലിയ ബോട്ടൊന്നും ഇല്ലല്ലോ, മീൻ കര വരും. പണ്ടുള്ള മത്സ്യം അന്ന് സുലഭമായി കിട്ടും, ഇപ്പൊ സുലഭമായി കിട്ടത്തില്ല. പാഞ്ഞടിയൻ, ബോട്ടിൽ കിട്ടുന്ന അതൊന്നും ഇപ്പൊ കിട്ടുന്നില്ല. അന്ന് സുലഭമായി കിട്ടും. ആദ്യമൊക്കെ ബോട്ട്, തുച്ഛമായ ബോട്ടൊക്കെ ഇറങ്ങി, ഞാറുകാര് കൊണ്ടുവന്ന IMB ബോട്ടൊക്കെ, അത് കഴിഞ്ഞാൽ വേറെ ബോട്ടൊക്കെ വെച്ച് പോന്നത്. അന്ന് അങ്ങനെയാണ്. പിന്നെ ബോട്ടിലായി, പിന്നെ വള്ളത്തിന് കുറവായി. അത് വള്ളത്തിനും ബോട്ടിനും ഇങ്ങനെ ബോട്ട് മാറി പടിയാറ് പോവും, 10-60 മൈല് പടിയാറ് പോവും. ഞങ്ങളുടെ പൂർവന്മാര്, വല്യപ്പന്മാര് വള്ളം പോകുമ്പോൾ ഇങ്ങനെ കാണും, മത്തി ഇങ്ങനെ പാടം പോലെ വരും, അങ്ങനെ കാണും. അവർക്കറിയാം അന്നത്തെ കാലത്ത് മത്തിയൊക്കെ മേളിൽ കൂടി ചേർന്ന് വരും. ഞാൻ ഇപ്പോ ഒത്തിരി വർഷമായി നിർത്തിയിട്ട്. പിന്നെ വള്ളത്തിൽ പോക്ക് നിർത്തി, ബോട്ടിൽ പോയപ്പോ ഇങ്ങനെ കുറച്ചാൾ പോയി. ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ലോഡിങ് ജോലി കിട്ടുന്നത്. പിന്നെ പോക്ക് നിർത്തി. പിന്നെ പ്രായം ചെന്നില്ലേ, പിന്നെ പോർട്ടിലെ പണിയും ഇതുമായിട്ടേ കാണുന്നത്. അന്ന് ഞായറാഴ്ചകളിൽ ഞങ്ങൾ ക്രിസ്തീയ സമുദായക്കാർ പോകത്തില്ല. മറ്റൊരു 15 ഏകാദശി എന്ന് പറയും, അവര് പോകത്തില്ല. ഹിന്ദുസ് പിന്നെ 1-ാം തീയതി പോകാത്ത ചില ഹിന്ദുസ് ഉണ്ട്. മലയാളം 1-ന് പോകത്തില്ല അവര് കടലിൽ. വടക്ക് ചെറിയഴിക്ക, ആലപ്പാടൊക്കെ, തോട്ടപ്പള്ളിയിലൊക്കെ ഉള്ളത് അവര് 1-ാം തീയതി പോകത്തില്ല. കടലമ്മ എന്ന് വിശ്വാസമില്ല. ഒരിക്കലും മനുഷ്യരെ ചതിക്കത്തില്ല കടലമ്മ. പിന്നെ അപകടം പറ്റുന്നു, ആരുടെയും കുറ്റമല്ലല്ലോ, അപകടം പറ്റിപ്പോന്ന